ഇസ്രായേൽ സേന പിന്മാറിയ തൊട്ടു പിന്നാലെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഹമാസാണ്. യന്ത്രത്തോക്കുകൾ ധരിച്ച ഏതാണ്ട് 7000-ഓളം ഹമാസ് തീവ്രവാദികൾ ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക മാത്രമല്ല ഇസ്രായേലിനെ സഹായിച്ചവരടക്കമുള്ളവരെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളയുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ സഹായിച്ചവരെന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസിന് ഭീഷണിയാവുന്ന മറ്റ് സായുധ സംഘങ്ങളെയൊക്കെ ഇപ്പോൾ വധിക്കുകയാണ്. ഇത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ മിണ്ടരുതേ എന്ന് പറഞ്ഞ് ട്രംപ് നിശബ്ദരാക്കുന്നു. എന്ന് മാത്രമല്ല ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നതിനെ കുറിച്ചോ ഗാസയുടെ നിയന്ത്രണം ഒഴിയുന്നതിനെ കുറിച്ചോ ഒരു സൂചനയും പുറത്തുവിടുന്നില്ല. അമേരിക്കയും നിശബ്ദത പാലിക്കുന്നു. എന്ന് മാത്രമല്ല ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എയ്ഡുകൾ, ഭക്ഷണ സാധനങ്ങളും മരുന്നും അടക്കമുള്ളവ കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ സുരക്ഷാ ചുമതല വാസ്തവത്തിൽ ട്രംപ് പരോക്ഷമായി തന്നെ ഹമാസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. തുർക്കിയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ സേന എത്തും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അവരാരും സുരക്ഷിതമല്ലാത്ത ഗസയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതേക്കുറിച്ച് ധാരണയുണ്ടായതിനു ശേഷം ആവാം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ കൊള്ളയും കലാപവും ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഹമാസ് തൽക്കാലം അത് ചെയ്യട്ടെ എന്നും ട്രംപ് പറഞ്ഞതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപിന്റെ ആശീർവാദത്തോടെ അനുവാദത്തോടെ ഹമാസ് ഗാസയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് തലവേദനയായി മാറും. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ കൺസേൺ പരിഹരിച്ചു. ആ കൺസേൺ എന്ന് പറയുന്നത് തടവുകാർ വിട്ടയക്കുക എന്നതാണ്. ജീവനുള്ള എല്ലാവരും തിരിച്ചു കിട്ടി. മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാത്തതിൽ ആശങ്കയുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഹമാസിന്റെ കൈവശം അതില്ല. ഒരുപക്ഷെ മൃതദേഹങ്ങൾ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒക്കെ ആവാം. അതൊരുപക്ഷെ കണ്ടെത്താൻ ഇസ്രായേൽ സേന ഗാസ പിടിച്ചാൽ പോലും കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇസ്രായേൽ സേനയ്ക്ക് ഗാസ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ, അമേരിക്ക സമ്മതിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതേസമയം ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആ നിയന്ത്രണം കടുപ്പിക്കുകയും പൂർണ്ണമായും അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ നിരാശയിലേക്ക് വഴുതി വീഴുന്നു.